ഹലോ, ലേൺ ആൻഡ് ഗ്രോ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്ത്രീകളെ മുഴുവനായി മനസ്സിലാക്കാൻ പറ്റില്ല എന്നാണ് പുരുഷന്മാർ എപ്പോഴും പറയുന്നത്. സ്ത്രീകളിൽ പൊതുവെ കണ്ടുവരുന്ന ചില സൈക്കോളജിക്കൽ ഫാക്ട്സ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, സ്ത്രീകൾ പൊതുവെ സ്നേഹിക്കുന്ന പുരുഷനെ എപ്പോഴും ഓർക്കുന്നവരാണ്. ഒരു സ്ത്രീ ഒരു പുരുഷനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവളുടെ ഊണിലും ഉറക്കത്തിലും ഒക്കെ തന്നെ എപ്പോഴും ആ ഒരു പുരുഷന്റെ മുഖമായിരിക്കും. അവൾ എന്തു ചെയ്താലും എപ്പോഴും അവളുടെ ഉള്ളിൽ ആ ഒരു പുരുഷനായിരിക്കും. പക്ഷേ പുരുഷന്മാരെ ഓർക്കുമെങ്കിലും സ്ത്രീകൾ ഓർക്കുന്ന അത്രത്തോളം എന്താണെങ്കിലും ഓർക്കത്തില്ല. കാരണം ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെ ആത്മാർത്ഥമായി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവൾ മനസ്സിൽ എപ്പോഴും അവനോട് സംസാരിച്ചുകൊണ്ടായിരിക്കും നടക്കുക. അവൾ എന്ത് ചെയ്താലും അവളുടെ അടുത്ത് ആ ഒരു പുരുഷൻ ഉണ്ട് എന്നുള്ളൊരു ചിന്തയായിരിക്കും അവൾക്ക്. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്, എപ്പോഴും ഒരുപാട് സ്നേഹിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് സ്ത്രീകൾ. തന്നെ തൻ്റെ പുരുഷൻ നന്നായിട്ട് സ്നേഹിക്കണം, നല്ല രീതിയിൽ കൊഞ്ചിക്കണം, മടിയിലൊക്കെ ഇരുത്തണം തുടങ്ങി ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ചിന്തകളായിരിക്കും എപ്പോഴും സ്ത്രീകൾക്ക്. എന്നാൽ പുരുഷന്മാർക്ക് പൊതുവെ അവരെ നന്നായിട്ട് മനസ്സിലാക്കുന്ന സ്ത്രീകളെയാണ് വേണ്ടത്. പക്ഷേ സ്ത്രീകൾക്ക് അവരെ നന്നായിട്ട് സ്നേഹിക്കുന്ന പുരുഷന്മാരെയാണ് വേണ്ടത്. എന്തിനും ഏതിനും ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവളെ നോക്കി കൊഞ്ചിച്ചു കൊണ്ടു നടക്കുന്ന പുരുഷന്മാർ, ഇങ്ങനെയുള്ള പുരുഷന്മാരെയാണ് എല്ലാ സ്ത്രീകൾക്കും ഇഷ്ടം. ഇതാണ് സെക്കൻഡ് പോയിന്റ്. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വ്യക്തിയോട് മാത്രമാണ് സ്ത്രീകൾ പൊതുവെ എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് ഷെയർ ചെയ്യുക. ബോയ്സിന് എപ്പോഴും സ്ത്രീകൾ പറയുന്നത് കേൾക്കാനാണ് ഇഷ്ടം. എന്നാൽ സ്ത്രീകൾക്ക് എപ്പോഴും പുരുഷന്മാരോട് സംസാരിക്കാനാണ് ഇഷ്ടം. അവളുടെ ലൈഫിൽ ഒരു കുഞ്ഞു കാര്യമുണ്ടായെങ്കിൽ ആ ഒരു കാര്യം വരെ ആദ്യം തന്നെ ഈ ഒരു പെൺകുട്ടി ഓടിച്ചെന്ന് പറയുക അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയോടായിരിക്കും. എന്നാൽ പൊതുവെ സ്ത്രീകൾക്ക് ഒരു പുരുഷനെ ഇഷ്ടമല്ല എങ്കിൽ അവൻ്റെ നേരെ നോക്കുകയോ അവനെ കണ്ടിട്ടുണ്ടെങ്കിൽ കാണാത്ത പോലെയൊക്കെ പോകും. എന്നാൽ ഇഷ്ടപ്പെട്ട പുരുഷനോട് മാത്രമായിരിക്കും സ്ത്രീകൾ എപ്പോഴും ഇതേപോലെ അടുപ്പവും സ്നേഹവും ഒക്കെ കാണിച്ചിട്ട് ഓടിച്ചെന്ന് എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് പറയത്തുള്ളൂ. അവളെ ഒരു ഉറുമ്പ് കടിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആദ്യം തന്നെ അവൾ ഓടിച്ചെന്ന് പറയുക ഈ ഒരു പുരുഷനോടായിരിക്കും. ഇതാണ് തേർഡ് പോയിന്റ്. ഇനി ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത്, സ്നേഹിക്കുന്ന പുരുഷന്റെ പോസിറ്റീവ് സൈഡ് മാത്രമായിരിക്കും എപ്പോഴും സ്ത്രീകൾ കാണുക. അതായത് ആ ഒരു പുരുഷന് പല പല കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ ഒരു പെൺകുട്ടി ആ ഒരു പുരുഷനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ അവൻ്റെ പോസിറ്റീവ് സൈഡ് മാത്രമായിരിക്കും അവൾ കേൾക്കത്തുള്ളൂ. വേറെ ആര് എന്ത് നെഗറ്റീവ് അവനെക്കുറിച്ച് പറഞ്ഞാലും ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ അവളത് കളയത്തേ ഉള്ളൂ. പ്രത്യേകിച്ച് അവളുടെ ഫ്രണ്ട്സ് റിലേഷൻഷിപ്പൊക്കെ ആയി അവൾക്ക് ഭയങ്കര ഇഷ്ടവുമായി അവനെ. എന്നാൽ അവന് എന്തെങ്കിലും ദുശീലങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ ഈ പെൺകുട്ടിയുടെ ഫ്രണ്ട്സൊക്കെ പറയുകയാണ് എങ്കിൽ പിന്നീട് ഈ ഒരു പെൺകുട്ടിയുടെ ഏറ്റവും വലിയ ശത്രുക്കൾ എന്ന് പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത ആ ഒരു ഫ്രണ്ട്സ് ആയിരിക്കും. അവരെ പോലും വേണ്ട എന്ന് വെച്ചിട്ട് ഈ ഒരു പുരുഷൻ്റെ കൂടെ പോകും. അതായത് സ്നേഹിക്കുന്ന പുരുഷന് എന്ത് തെറ്റുകൾ അല്ലെങ്കിൽ കുറവുകളോ കുറ്റങ്ങളോ നെഗറ്റീവോ ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഈ സ്ത്രീകൾ അതൊന്നും കേൾക്കത്തില്ല. അവർക്ക് പോസിറ്റീവ് സൈഡ് മാത്രം കേട്ടാൽ മതി. ഇതാണ് ഫോർത്ത് പോയിന്റ്. ഇനി അഞ്ചാമതായിട്ടുള്ള സ്ത്രീകളെ കുറിച്ചിട്ടുള്ളൊരു സൈക്കോളജി എന്ന് പറയുന്നത്, സ്നേഹിക്കുന്ന പുരുഷൻ്റെ കൂടെ എത്ര സമയം ഇരുന്നാലും ആ ഒരു പെൺകുട്ടിക്ക് ബോറടിക്കില്ല എന്നതാണ്. എത്ര നേരം അല്ലെങ്കിൽ എത്ര സമയം അവൻ്റെ കൂടെ ഇരുന്നാലും അവൾക്ക് മതിയാവത്തില്ല. വീണ്ടും കുറച്ചും കൂടി സമയം ഇരിക്കണം എന്നുള്ളൊരു ചിന്തയായിരിക്കും അവളുടെ ഉള്ളിൽ ഉണ്ടാവുക. ഇതാണ് അഞ്ചാമത്തെ സൈക്കോളജി. പിന്നെ എല്ലാ സ്ത്രീകളും ഇങ്ങനെ മാത്രമാണ് എന്നല്ല, പക്ഷേ ഒട്ടുമിക്ക സ്ത്രീകളും കോമൺ ആയിട്ട് കണ്ടുവരുന്ന അല്ലെങ്കിൽ എല്ലാ സ്ത്രീകളിൽ തന്നെയും കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു 5 സൈക്കോളജിയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയി തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്തേക്കണേ, വീഡിയോക്ക് ലൈക്ക് കൂടി ചെയ്യണേ. അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.